ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 10 ഈ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ദിവസത്തിൻ്റെ ശുഭദിനാശംസകൾ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായമാണ്. മിസ്രൈമിലെ പ്രവാസത്തിൻ്റെ അന്ത്യശതാബ്ദങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് ദുരിതപൂർണമായ ജീവിതമാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഒരു 70-80 വർഷമെങ്കിലും ചമ്മട്ടി ഉപദ്രവം അനുഭവിച്ച് അവർ ജീവിച്ച കാലഘട്ടമാണ്. അവർ വളരെ ഉപദ്രവിക്കപ്പെട്ടു, വേദന അനുഭവിച്ചു. അവർ ദൈവത്തോട് കരഞ്ഞു. ദൈവം അവർക്ക് മോശയെ അയച്ചു. അവർക്ക് അതിശയകരമായിരിക്കുന്ന ഒരു വിടുതലാണ് നൽകിയത്. ഇപ്പോൾ മിസ്രൈം വിട്ടിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ, അധികം കാലമൊന്നും ആയിട്ടില്ല. അവർ ശൂർ മരുഭൂമിയിലേക്ക് വന്നു. ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. ചെങ്കടൽ വിഭാഗിച്ചക്കരെ കടത്തി അവിടെ കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി തീർത്തു. ദൈവം അങ്ങനെ അവർക്ക് വളരെ അനുഗ്രഹങ്ങൾ കൊടുത്തു. പക്ഷേ ഇപ്പോൾ ജനം മുന്നോട്ട് പോയിട്ട് ജനങ്ങളായിരുന്നു കരയുകയാണ്. എന്താ വിഷയം? കരയുന്ന വിഷയം പരാതി പറയുകയാണ്, പിറുപിറുപ്പും കരച്ചിലുമാണ്. വിഷയം എന്താണ്? അവർ പറയുകയാണ്, ഈ മരുഭൂമി ഞങ്ങൾക്ക് ഒന്നുമില്ല. മിസ്രൈമിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെയും പച്ചക്കറിക്കലങ്ങളുടെയും അരികെയാണ് ഇരുന്നത്. മത്സ്യക്കലങ്ങളൊക്കെ ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. നൈൽ നദിയിലെ മത്സ്യമെല്ലാം ഇഷ്ടം പോലെ പിടിച്ചു നിന്ന് കാണും. അവിടെ വിളയുന്ന പച്ചക്കറികളെല്ലാം ഇഷ്ടം പോലെ വെള്ളരിക്കായും എന്ത് വേണ്ട വഴുതനങ്ങായും എല്ലാം അവർക്കുണ്ട്. അതെല്ലാം അവർ ഓർത്തു. ആ ഭക്ഷിച്ച നാളുകളെ അവർ ഓർത്തപ്പോൾ ഒരു സ്തോത്രം പറഞ്ഞില്ല അവർ. അതല്ലേ ചെയ്യേണ്ടത്. 430 വർഷം ദൈവം നമ്മളെ മിസ്രൈമിൽ കാത്തു. കഴിഞ്ഞ 19 വർഷം നമുക്ക് അടിയും മർദ്ദനമൊക്കെ ഉണ്ടായെങ്കിൽ ശാപ്പാടിന് യാതൊരു പഞ്ഞവും ദൈവം വരുത്തിയില്ല. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങൾ കഴിച്ച ഇറച്ചികൾക്കും ഞങ്ങൾ കഴിച്ച മീനും അല്ല. അവർ പരാതി പറയുക ചെയ്തത്. ഈ മരുഭൂമി ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുക കൊല്ലാനായിട്ട്, ഈ മരുഭൂമി ഞങ്ങളെ കൊന്നിരിക്കുക കൊല്ലാനായിട്ട്. ഓർമ്മകൾ ഛിദ്രമുണ്ടാക്കുവാൻ മതിയായതാണ് ചിലപ്പോൾ. കഴിഞ്ഞ കാലത്തെ നല്ല ഓർമ്മകളാണെങ്കിലും ഇന്നിൻ്റെ വെളിച്ചത്തിൽ ആ ഓർമ്മകൾ നമുക്ക് സമാധാനവും സന്തോഷവും അല്ല, നമുക്ക് പിറുപിറുപ്പും ഉപദ്രവവുമാണ് നൽകുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നല്ല ഓർമ്മകൾ ദൈവത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. നല്ല ഓർമ്മകൾ ദൈവത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. പട്ടിണി കിടന്ന് മരിക്കുമെന്നുള്ള ഭയമാണ് ഇവർക്കുണ്ടായത്. ഇവർക്ക് സുബോധമായി ചിന്തിക്കരുതോ? മിസ്രൈമിൽ നിന്ന് ഇത്രയും അതിശയങ്ങൾ പ്രവർത്തിച്ച് ഈ മരുഭൂമി കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടിയാണോ? എങ്കിൽ പിന്നെ മിസ്രൈമിൽ തന്നെ കിടന്ന് കൊല്ലാൻ വയ്യായിരുന്നു. അവർക്ക് സുബോധമായി ചിന്തിക്കാൻ കഴിയില്ല. പല മനുഷ്യരുടെയും പ്രശ്നം എന്താണ്? നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ സുബോധമെല്ലാം നഷ്ടപ്പെടും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം ചിന്തിക്കുന്നതെല്ലാം തെറ്റായിട്ടാണ്. വിപരീത ബുദ്ധിയാണെന്ന് വരുന്നത്. അങ്ങനെയാണ്. അതാണ് ഈ ജനം ചെയ്തത്. നല്ലവനായ ദൈവം അവരോട് കാണിച്ച കരുണയ്ക്ക് അവർക്ക് സമൃദ്ധിയായി ഭക്ഷിക്കുവാൻ മിസ്രൈമിൽ കൊടുത്തതിന് അവർ കഴിച്ച അപ്പത്തിനും ഇറച്ചിക്കും മീനിനും വേണ്ടി ഒരു വാക്ക് സ്തോത്രം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം കരുണയുള്ളവനാണ്. ദൈവം പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മതിയാകുവോളം ഒന്നാന്തരം അപ്പവും ഒന്നാന്തരം ഇറച്ചിയും തരാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ്? മന്ന. എല്ലാ കൂടാരത്തിനും ചുറ്റും മന്ന. ദൈവം പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ വീതം പറക്കണമെന്ന് പറഞ്ഞു. കൂടുതൽ പറക്കരുത്, നിങ്ങൾ ഒരിടങ്ങളിൽ പറക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കുറച്ച് പറക്കിയാലും അളക്കുമ്പോൾ അത്രയും കാണുമെന്ന് പറഞ്ഞു. കൂടുതൽ പറക്കിയാലും അളക്കുമ്പോൾ അത്രയും കാണുന്നത്. പിറ്റേ ദിവസത്തേക്ക് ഒന്നും അധികം വെച്ചേക്കരുതെന്ന് പറഞ്ഞു. ഇവരെന്താ ഇതെന്നറിയാമോ? ഈ ആർത്തിയുള്ള ജനം അവർ കിട്ടിയത് മുഴുവൻ പറക്കൊണ്ട് വന്നു. അളന്നപ്പോൾ അതൊരു കിടങ്ങേ ഉള്ളൂ. അവർ പാചകം ചെയ്തിട്ട് കുറച്ച് അടുത്ത ദിവസത്തേക്ക് വെച്ചിരുന്നിട്ട് നാളെ വന്നില്ലെങ്കിലോ അവർ പറഞ്ഞു, നാളെ രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേ ഈ സാധനം ആകാശത്ത് നിന്ന് വീണില്ലെങ്കിൽ നമുക്കെപ്പോഴും അങ്ങനെ പറയാനൊക്കെ വീഴുമെന്ന്. അത് നാറിയിട്ട് അവിടെ കൂടാരവും നാറി പാളയം നാറിയെന്നാണ്. ഒരു മനുഷ്യനെ മൂക്ക് പൊത്തിപ്പിടിച്ചല്ലാതെ നടക്കാനായിട്ട് സാധ്യമല്ല. നല്ല സാധനങ്ങൾ ചീഞ്ഞാലത്തെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ? പാല്, ഇറച്ചി, മുട്ട, മീനൊക്കെ ചീഞ്ഞാൽ അതിനെങ്ങനെ നടക്കാനൊക്കുമോ? ആ സ്ഥിതിയായി. ദൈവം പറഞ്ഞ് കേൾക്കുകയില്ല. ദൈവം അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു മന്ന. അതുപോലെ അവർക്ക് കാട ഇഷ്ടം പോലെ കൊടുത്തു. കാട അവിടെ വായിലിരിക്കുമ്പോൾ തന്നെ നായി തന്നാണ്. പച്ച ഇറച്ചി അവന്മാർ തിന്നാൻ തുടങ്ങി. കാടയിറച്ചി ആ ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള ഇറച്ചി എന്നാണ് പറയുന്നത്. നല്ല ഇറച്ചിയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതവന്മാർ പച്ചയ്ക്ക് വാരി തിന്നാൻ തുടങ്ങി. ന്യായവിധി വന്നു. ആർത്തിയുടെയും പരവേശവും നന്ദിയില്ലായ്മയും എന്തെല്ലാം കുറ്റങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓർമ്മകൾ നന്നായിരിക്കട്ടെ. നമ്മുടെ ഓർമ്മകൾ പരാതി പറയാനല്ല, സ്തോത്രം പറയാൻ പര്യാപ്തമാകട്ടെ. നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ശാപമാകാതിരിക്കട്ടെ. സ്വർഗത്തിലെ മന്നയാണ് ഇട്ട് തരുന്നതെങ്കിലും അത് ക്രമിക്കുവാനിടയാകുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.
ഏറ്റവും നല്ല കാടകളെയാണ് തരുന്നതെങ്കിലും അത് ന്യായവിധിക്കിടയാകാതിരിക്കട്ടെ. അനുസരണത്തിൻ്റെയും ആരാധനയുടെയും മനോഭാവത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ കാര്യങ്ങളെയും നാം കൈകാര്യം ചെയ്താൽ നമുക്ക് സ്തോത്രം സ്തോത്രം എന്ന് പറയുവാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ ചരിത്രം നമുക്ക് ആവർത്തിക്കാതിരിക്കാം. അത് നമുക്ക് നല്ലൊരു പാഠമായിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.